ഇത് ഉസൂലിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ അടുത്ത ചോദ്യം പിടിച്ചോളൂ. നിങ്ങൾ പറയുന്നത് ഖുർആനിന്റെ ആയത്തോതി പുതിയ രീതികൾ കൊണ്ടുവരാൻ പാടില്ല എന്നല്ലേ? എന്നാൽ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യം. നബിയോ സ്വഹാബത്തോ താബിയകളോ ഇമാമുകളോ വിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്താത്ത ഒരു കാര്യം, ഒരാൾ യാ അയ്യുഹല്ലദീന ആമനൂ ഇനാ നാജൈതുമുർ റസൂല ഫഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖ, നിങ്ങൾ നബി തങ്ങളോട് മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക്ക കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളോട് മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക്ക കൊടുക്കണല്ലോ, എങ്കിൽ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ എന്തായാലും സ്വതക്ക വേണ്ടേ എന്നൊരാൾക്ക് തോന്നി. എന്നിട്ട് അയാൾ തീരുമാനിക്കുകയാണ്, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാ നിസ്കാരത്തിന് പോകുമ്പോ ഈ ആയത്തിനെ മുൻനിർത്തി തെളിവാക്കി സ്വീകരിച്ചിട്ട് ഒരു സ്വതക്ക കൊടുക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ വാദപ്രകാരം അത് ബിദ്അത്താണോ അല്ലേ? പറയണം. എന്തുകൊണ്ട്? ഈ സംഭവത്തിൽ എന്തുണ്ട്? ഒരാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പതിവാക്കലുണ്ട്, പ്രത്യേകത കൽപ്പിക്കലുണ്ട്, സമയം നിശ്ചയിക്കലുണ്ട്, തഖ്സീസ് ഉണ്ട്, ഖുർആൻ കൊണ്ട് തെളിവ് പിടിക്കലുമുണ്ട്. ചോദ്യം കിട്ടിയില്ല എന്ന് പറയണ്ട, മറുപടി പറഞ്ഞു. ഏതോ അൽഹംദുലില്ലാഹ് എത്ര പെട്ടെന്ന് തീരും വിചാരിച്ചിട്ട് നമുക്ക് വേണേ അവസാനിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വൈകുന്നേരം നിൽക്കണം, നമ്മൾ ഇറങ്ങാതാക്കണമെന്നില്ല. ഇപ്പൊ എന്താ ചോദിക്കുന്നത്, എവിടുന്നാ ചോദിക്കുന്നത്? ഇപ്പൊ അള്ളാഹ് സ്വതക്ക കൊടുക്കുക അപ്പൊ ചോദിക്കണേ. അപ്പൊ അവിടെ നബിനെയൊക്കെ പോയി നിങ്ങൾ നബിനെ തീരുമാനിക്കും, എന്നിട്ട് പറയാ നബിനെ തീരുമാനാക്കിയിട്ടല്ലേ ബാക്കി. അപ്പോഴേക്ക് പോകല്ലേ. ഇവിടെ നബിനാഘോഷവുമായി ബന്ധപ്പെട്ട് എന്താ ഇസ്ലാമികമാണോ അല്ലേ അത് തെളിയട്ടെ. ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞു. പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തമിഴ് താബിക്ക് പരിചയമില്ല, അയിമത്തുൽ അർബഅക്ക് പോലും പരിചയമില്ല. ഇവിടെ ഒരു വാക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരു പൂതിക്കെങ്കിലും അല്ല ഓർക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞൂടെ? അതെന്താ പറയാൻ ധൈര്യമില്ലാത്തത്? നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിച്ചോളിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതായാലും നിങ്ങളോട് ചോദിക്കാനും പറയാനൊന്നുമില്ല. നിങ്ങളെ വിശ്വാസത്തിൽ അത് സ്ഥാപിക്കാൻ കഴിയൂല. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും അത്രയും പറയാൻ കഴിയും, നമുക്ക് ഉറപ്പല്ലേ? നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ അവസ്ഥ, പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും അവസ്ഥ? നിങ്ങൾ ചോദ്യത്തിൽ നിങ്ങൾ കുഴങ്ങിക്കുകയാണ്. അപ്പൊ ഇനി മറുപടിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് സ്ഥലം അതൊന്നും വേണ്ട, ആ വക ശൈലൊന്നും വേണ്ട. നമുക്ക് ഉള്ളത് ചർച്ച ചെയ്യാം. ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതൊരു വാശി വേണ്ടല്ലോ. നമ്മൾ രണ്ടു കൂട്ടരും മധ്യസ്ഥന്മാരെ പറഞ്ഞു, വിശ്വാസം പറഞ്ഞല്ലോ, ആ ഒരു നിലവാരത്തിലേക്ക് പോകാം. ഇവിടെ ഏതായിരുന്നാലും ആദ്യ നൂറ്റാണ്ട് ഇല്ല എന്നത് ഇത്തിഫാക്കായി, സംശയമില്ല. എങ്കിൽ അവിടെ നിന്നാ പോരെ. ആ നബിയും സഹാബകളും താബികളും തമിഴ് താബികളും ഒക്കെ ചെയ്തത് പോരെ നമുക്ക്? അതിനപ്പുറത്തേക്ക് പോകേണ്ട എന്തു കാര്യമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് ആദ്യം നിങ്ങൾ 3 ചോദ്യം ചോദിച്ചു, 3 കൃത്യമായി ഉത്തരം പറഞ്ഞു. പിന്നെ ഉത്തരം ആയിട്ടില്ല നിങ്ങൾ പറയും, സമാധാനത്തിൽ നല്ലതാണ്. നിങ്ങൾ മാത്രമല്ലല്ലോ കേൾക്കുന്നത്, ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ തീരുമാനിച്ചോട്ടെ, ഉത്തരം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ, അത് ഉത്തരമായിട്ടുണ്ടോ ഇല്ലേ, അതൊക്കെ ആളുകൾ തീരുമാനിച്ചോട്ടെ. ഇനിയിപ്പോ എന്താ, നബിതങ്ങളുമായി മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക്ക കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ടുണ്ട്. അത് തെളിവാക്കിയൊരു വ്യക്തം പറയാ, എന്നാ അള്ളാഹുമായി മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചാലോ? അത് ശരീഅത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഇബാദത്തായി കൊണ്ടുവരികയാണെങ്കിൽ, തഖ്സീസ് കൽപ്പിക്കുകയാണെങ്കിൽ അത് ബിദ്അത്തായി മാറും. എന്താ സംശയം? മാത്രമല്ല ആയത്തന്നെ മൻസൂഖാണ്. നിങ്ങൾ ഇല്ലത്തും കൈതൊക്കെ പറഞ്ഞതിന് മുമ്പ് അത് ആ ആയത്ത് ആ ഹുക്കം ഇപ്പൊ ഇല്ല. അടുത്ത ആയത്ത് അല്ലാഹ് പറഞ്ഞു അഷ്ഫഖതും അൻ തുഖദ്ദിമു എന്ന ആയത്തിലൂടെ ഈ ആയത്തിൽ പറഞ്ഞ ഹുക്കം മൻസൂഖായിട്ടുണ്ട്. അപ്പൊ മൻസൂഖായ ആയത്തും എന്ന് എടുത്ത് തെളിവാക്കിയാല് അതിനെ പറ്റൂല. പിന്നെ ബാക്കി അത് ഉസൂലിനാണ്. നിങ്ങൾ ചോദിച്ച ഉസൂലിനാണ്. ഇത് ഏത് ഫുറൂ പറയുന്ന കാര്യം അപ്പത്. അവിടെ ഉസ്താദ് എന്തിനാണ് അങ്ങനെയൊക്കെ പോണത്? ആ ആയത്തിന്റെ ഹുക്കം ഇപ്പൊ നിലവിലില്ല. അത് അല്ലാഹ് നസ്ഖ് ചെയ്തു. രണ്ടാമത്തെ ആയത്തിൽ അഷ്ഫഖതും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ എന്ന രണ്ടാമത്തെ ആയത്തിലൂടെ ഈ ആയത്തിലെ ഹുക്കം അല്ലാഹ് ദുർബലപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ആ ആയത്തിന് നിലവിലില്ല. അവിടെ അതിനൊരു ഹുക്കം ഉണ്ടാക്കാട്ട് പറ്റൂല. ഇതൊക്കെ നമ്മളെ കോലം. ഇതിനെ ഞങ്ങൾ മൻഹജു സലഫ് വേണമെന്നുള്ളത്. മൻഹജു സലഫ് വിട്ടാളെ പ്രശ്നതാണ്. ഒരു ആയത്ത് ഓരോരുത്തർക്ക് തോന്നുന്ന അങ്ങനെ ആക്കിയാലോ? അപ്പൊ അത് തോന്നിയില്ലേ? ഈ ആയത്ത് തോന്നുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ആക്കിയാലോ? അങ്ങനെ തോന്നാൻ പറ്റില്ല ഇസ്ലാമിന്. ഇസ്ലാമിൽ അങ്ങനെ ഓരോരുത്തർക്ക് തോന്നി ഉണ്ടാക്കിയാൽ പിന്നെ ഇസ്ലാമിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഇസ്ലാമിൽ ഉണ്ടാകുന്നവർക്ക് അള്ളാഹു തആല വഹ്യായി ഇറക്കിയിട്ടുണ്ട്. നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന നബി ഞങ്ങൾ പറയുകയും ചെയ്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾ ദീനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ ഞായ്ക്ക് നമ്മളിങ്ങനെ തോന്നിയിട്ട് ഓരോരുത്തർക്ക് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും ദീനായി സ്വീകരിക്കാൻ ഒരാൾക്കും ബാധ്യതയില്ല. അതുകൊണ്ട് ഈ ബിദ്അത്ത് നമുക്ക് വേണ്ടെന്ന് വെക്കാം.